ഞാനേ കുഞ്ഞങ്ങോട്ട് നോക്കി, ഞാൻ ട്രെയിനിൽ പിടിച്ചു വെച്ചിരിക്കുക. ഇവിടെ നോക്കിയേ, പിടിച്ചു വെച്ചിരിക്കുക. അതേ ട്രെയിൻ പോകാത്ത. ഹലോ കുഞ്ഞ, ഹലോ. അവൾക്കൊരു മൂഡില്ലല്ലോ ഇന്ന് ഹലോ എന്ന് പറയാൻ, അല്ലേ കുഞ്ഞ? ഇതൊരു മൂഡില്ല. അപ്പോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് എങ്ങോട്ടാണ് മോള് പോണത്? മോളൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് കന്യാകുമാരിക്കാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടാണ് പോണത്. വന്നപ്പോൾ ഞങ്ങൾ ട്രെയിൻ ലേറ്റ്. ഒരു വണ്ടിയുടെ ട്രെയിനാണ്, പരശുവാണ്. അല്ല, പരശുറാം അല്ലേ? പരശുരാമായിരുന്നു ട്രെയിന്. അത് ലേറ്റാണ്. അപ്പോൾ ഒരു വണ്ടിയുടെ ട്രെയിൻ ഇനിയിപ്പോൾ 1:45 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കണം. ഞങ്ങൾ ഫുഡൊന്നും കഴിക്കേണ്ടാണ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നല്ലേ. അപ്പോൾ ഫുഡ് കഴിക്കണം. ഞങ്ങളെ പ്ലാൻ ട്രെയിനിൽ കയറിയിട്ട് കഴിക്കണം എന്നൊക്കെ ആയിരുന്നു അല്ലേ. ഇനിയിപ്പോൾ ട്രെയിൻ വരുന്നതിന് മുമ്പ് കഴിക്കാം. ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. ഞങ്ങൾ ഇവിടുന്ന് കന്യാകുമാരി വരെ പോവുകയാണ്. കന്യാകുമാരി കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു കന്യാകുമാരി എത്തുന്ന വരെ ചെറിയൊരു വ്ളോഗ് അല്ലേ. ട്രെയിനിലത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ പാറു? അപ്പോൾ തുടങ്ങാം. എന്തൊക്കെയാണ് ഇന്ന് ലഞ്ചിൽ എന്തൊക്കെയാ കൊണ്ടുവന്നെ? ചോറ് സാമ്പാറും ഉപ്പേരിയ. എന്തുപ്പേരിയ? ക്യാരറ്റ് അല്ലേ. അച്ചാറും. പിന്നെന്താ വേണ്ടേ? സദ്യ ആയല്ലോ അല്ലേ. പാറു പാറു ട്രെയിനിൽ നമുക്ക് സദ്യ കഴിക്കാം. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. മോൾക്ക് സദ്യയാണോ ഇഷ്ടം, ബിരിയാണിയാണോ ഇഷ്ടം? ബിരിയാണി അല്ലേ. നമുക്കെന്നാ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാലോ? നമുക്കേ അപ്പാ വണ്ടിയിൽ നിന്ന് കഴിക്കുക. കുഴപ്പമില്ല. വണ്ടി 1:30ക്കാണ്. അല്ല, കഴിക്കേണ്ടവർക്ക് കഴിക്കാട്ടോ. അല്ലേ, ഞാൻ ട്രെയിനിൽ കയറി നമുക്ക് കടന്നുറങ്ങാലോ. അങ്ങനെ സ്റ്റേഷനിൽ വന്നിട്ടേ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകണം ഞങ്ങള് അല്ലേ. അപ്പോൾ കുറച്ച് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കത് ട്രെയിൻ എന്തായാലും ലേറ്റാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് ട്രെയിനിൽ കയറാന്നാണ് വിചാരിക്കുന്നത്. മാർക്ക് കാണട്ടെ. എന്ത് സർപ്രൈസാ? പാറുന് മാത്രം സർപ്രൈസാ? ഇതെന്താ ബിരിയാണിയാ? പാറുന് മാത്രം ലിമോ, പാറുന് മാത്രം നീ ബിരിയാണി കൊണ്ടുവന്നാ? പപ്പടക്കാരി. ഞാൻ പാറുവിന്റെ അടുത്തിരിക്കട്ടോ. ഞാൻ പാറുവിന്റെ അടുത്തിരിക്കട്ടെ. ഞാൻ പാറുവിന്റെ അടുത്തിരിക്കും. എടുത്തോളൂ. ഇനി ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകേ. കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചോറ്, പിന്നെ ഉപ്പേരി, അച്ചാറ്, പപ്പടം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. എല്ലാവർക്കും ഇതാണേ. ബിരിയാണി ചോറ്. വണ്ടി കയറിയിട്ട് കഴിക്കണല്ലോ. വണ്ടി കയറിയിട്ട് കഴിക്കണവര് വണ്ടി കയറിയിട്ട് കഴിക്കാം. ഇപ്പൊ കഴിക്കണവർ ഇപ്പൊ കഴിക്കാം. എനിക്ക് ഞാനിപ്പോ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോണത് ചോറും സാമ്പാറും, മുളക് വറുത്തത്. അല്ലെ, എങ്ങനെയുണ്ട് നമ്മളുടെ ഭക്ഷണം? നല്ല ടേസ്റ്റ് അല്ലേ? എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിട്ടാ. കുറെ അങ്ങോട്ട് കഴിച്ച് അല്ലേ. പാറു എന്താ ചെയ്യണേ? അവള് കഴിച്ചില്ല? പാറു കഴിച്ചില്ലേ? വിശപ്പില്ല? ഇവിടെ അമ്മേനെ വാരി കൊടുക്കണേ. D3 ആണ് ലിമോ. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ കേട്ടോ. അപ്പൊ ഈ ട്രെയിനിലാണ് ഞങ്ങൾ പോണത്. മാംഗ്ലൂർ സെൻട്രൽ ടു കന്യാകുമാരി എക്സ്പ്രസ്. നമ്മളുടെ D3 അല്ലേ. അപ്പൊ ഓടിക്കോ. D3. ഇതിനെ കയറിക്കോ.
D3 दादा मंगलूर से कोट्टयम होकर कन्याकुमारी तक जाने वाली मंगलूर कन्याकुमारी മെല്ലെ കയറിയാൽ മതിയേ. അങ്ങനെ കുറെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ട്രെയിൻ ഇതവിടെ എത്തി. ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു ട്രെയിൻ. അപ്പൊ ഞങ്ങള് ട്രെയിനിൽ കേറി. ആലുവയിൽ നിന്നാണ് കേറിയത്. കുറച്ച് ലേറ്റ് ആയിരുന്നു അല്ലെ ട്രെയിന്? കുറച്ച് ലേറ്റ് ആയിരുന്നു. എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. നല്ല ചൂടുണ്ട്. ഇനി രാത്രി 9:30 ആവും അവിടെ എത്താനെന്നാണ് പറയുന്നത്. അല്ല ദിലുവേട്ടാ, 9:30 ആവില്ലേ എത്താന്? ലഞ്ചൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇവിടെ എത്തിയാ വല്ല ഹോട്ടലും കിട്ടും ദൈവത്തിനറിയാ. കിട്ടിയാ മതിയായിരുന്നു. വേബേട്ടൻ ചോറുണ്ണുള്ളൂ. അപ്പ ഊണ് കഴിക്കണുള്ളൂ. ആ കഴിച്ചിട്ട് മരുന്ന് കഴിക്കാണ്ട്. ഭക്ഷണം എങ്ങനെയുണ്ട്? ഭക്ഷണം കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ഇല്ല കേടുവന്നിട്ടില്ല. എങ്ങനെയുണ്ട് മോളെ? അതെന്തൊക്കെയാണെന്ന് പറഞ്ഞേ. നെല്ലിക്ക, കാന്താരിമുളക്, ഉപ്പ്, കറിവേപ്പില. ഇത് ഏതാ സ്റ്റേഷൻ പപ്പാ? ഇത് ഏതാ സ്റ്റേഷൻ? ഇറാനിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ കുറെ നേരമായിട്ട് ട്രെയിൻ നിൽക്കുകയാണല്ലേ അപ്പാ? എന്താ പോവാത്തില്ലേ? എന്താ അറിയില്ല, വല്ല വണ്ടിക്ക് പോകണ്ടാവേ. ഭക്ഷണവും ഇല്ല കേട്ടോ ഇവിടെ. വേറെ വല്ല വണ്ടിക്ക് പോകണ്ടാവും. ഇവിടെ ഭക്ഷണവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ ഇറങ്ങിയിറക്കുകയാണ്. മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് പ്ലാറ്റ്ഫോം. ഏത് പ്ലാറ്റ്ഫോം? ആ ഇതാണ് കേട്ടോ ഇറാനിൽ പ്ലാറ്റ്ഫോം. ഇവിടെ തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടെ ഷോപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ കാണാനേ. ഒരു ചായ കുടിക്കാൻ പോലും ഒരു ചായക്കട പോലും ഇവിടെ ഇല്ല. ഒരു ഏകദേശം ഒരു അരമണിക്കൂറായില്ലേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? ഒരു അനക്കമില്ല ട്രെയിനിന്. ചായയും കാപ്പിയും ഒന്നും ഇല്ല ഇവിടെ. കാപ്പി വേറെ സ്നാക്സ് ഒന്നും കിട്ടാനില്ല, ഒന്നുമില്ല ഇവിടെ. പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് കാലി. പ്ലാറ്റ്ഫോം കാലി. പിന്നെ തിരുവനന്തപുരം കഴിഞ്ഞപ്പോ എന്താണ് പറയാ, ട്രെയിനും കാലി. കമ്പാർട്ട്മെന്റിൽ ആരുമില്ല അല്ലേ? ആകെ 4-5 പേരുള്ളൂ കമ്പാർട്ട്മെന്റിൽ അല്ലേ? ട്രെയിന് കണ്ടു. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് ആണ്. ഒരു 9:30 ആവും നമ്മളവിടെ എത്താൻ. 9:30 കഴിയും. ഞാനേ കുഞ്ഞങ്ങോട്ട് നോക്കി, ഞാൻ ട്രെയിനിൽ പിടിച്ചു വെച്ചിരിക്കുക. ഇവിടെ നോക്കിയേ, പിടിച്ചു വെച്ചിരിക്കുക. അതായത് ട്രെയിൻ പോകാത്ത കണ്ടോ? ശക്തിമാൻ അച്ഛനെ തന്നെ മുറുക്കു അച്ഛന് തന്നെ മുറുക്കു. എങ്ങനെ വരിക? കുട്ടികളെ പുറത്താക്കാൻ പറ്റുമോ? പുറത്തിറക്കിയല്ലോ. പുറത്തിറക്കിയല്ലോ. അധികം നേരം ഒന്നും പുറത്തിറക്കാൻ പറ്റൂല. അച്ഛൻ ട്രെയിൻ പിടിച്ചു. അറിയാത്ത സ്ഥലല്ലേ ട്രെയിൻ. അച്ഛൻ അളക്കട്ടെ, വിൽക്കട്ടെ. ട്രെയിൻ ഇളക്കുണ്ടോ? ട്രെയിൻ ഇളക്കുണ്ടോ? ട്രെയിൻ നോ. ഇവരെ ചുമ്മാ പറയും, നിനക്ക് കാണിക്കണ്ട. ഞാൻ പുറത്തായല്ലോ, പാറു അകത്തായല്ലോ. കണ്ടോ ഗായ്സ്, ട്രെയിന് മുഴുക്ക കാലിയാണ്. ആകെ 4-5 പേരേ ഉള്ളൂ. തിരുവനന്തപുരം കഴിഞ്ഞപ്പോ മുഴുക്ക കാലിയാണ് ഇല്ലപ്പാ? തിരുവനന്തപുരം കഴിഞ്ഞപ്പോ മുഴുക്ക കാലിയല്ലേ? അങ്ങനെ ഞങ്ങളിതാ കന്യാകുമാരി അല്ലേ? കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരിയാണ്. അപ്പൊ ഇതൊരു ചെറിയൊരു ടൈം പാസ് വ്ലോഗായിരുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എന്നാലും ഞങ്ങൾ ജസ്റ്റ് ട്രെയിനിന് ഉള്ളിൽ കയറിയപ്പോൾ അതിന്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. ആക്ച്വലി നാളെയാണ് ഞങ്ങൾ
ശരിക്ക് വ്ളോഗ് എടുക്കുന്നത്. നാളെ എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ചെയ്യാൻ പോണത് 2-3 സ്ഥലങ്ങള്, വിവേകാനന്ദ പാറ, അങ്ങനെ കുറെ സ്ഥലങ്ങൾ നാളെയാണ് ഞങ്ങള് പോണത്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത് അച്ഛ കന്യാകുമാരിയിലേക്ക്. അതെ, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്താ മോളെ? അച്ഛനല്ലേ പറഞ്ഞ് ഇന്ന് ഉറക്കല്ലാന്ന് ഒരു സാധനം ഇന്നലെ പൊങ്ങിപ്പോവും. സൺറൈസ് അത് അച്ഛ വെറുതെ പറഞ്ഞതാണ്. അത് നമുക്ക് നാളെ രാവിലെയാണ് സൺറൈസ് കാണാം. ഇപ്പൊ സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ ഈ ഭാഗത്തേക്ക് ഫസ്റ്റ് ടൈം ആണ് കന്യാകുമാരി ഭാഗത്തേക്ക് വരുന്നത്. അതെ. അപ്പൊ ഇവിടെ തിരുവനന്തപുരം സ്റ്റേഷൻ കഴിഞ്ഞാല് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. അതെ, ട്രെയിനൊക്കെ മുഴുവൻ കാലിയായിരുന്നു. ട്രെയിൻ കാലിയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഈ കുറച്ച് ലാസ്റ്റ് സ്റ്റേഷനിലാണ് ആളുകളൊക്കെ കയറി തുടങ്ങിയത്. അതെ, അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെത്തി. ഇനി തമിഴ്നാട്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ പുറത്തിറങ്ങി അവിടെ കുറച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം അല്ലേ? ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല ഹോട്ടല്. ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അത് സമയം കിട്ടിയില്ല, ഒക്കെ സടപടയെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ സ്നാക്സ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നന്നായി ഞാൻ വിശപ്പുണ്ട്. കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആലുവയിൽ കയറിയിട്ട് തിരുവനന്തപുരം അവിടെയൊക്കെ എത്തിയിട്ട് അവിടെ നിന്നൊന്നും ട്രെയിനിലൊന്നും കഴിക്കാൻ പറ്റില്ല. സ്നാക്സ് ഒന്നും വിൽക്കുന്ന ആളുകളൊന്നും അച്ഛനില്ലേ വിൽക്കുന്ന ആളുകളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അച്ഛനില്ലേ ഷൊർണൂർ സ്റ്റേഷൻ, ആലുവ സ്റ്റേഷനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും വിൽക്കുന്നവര്. ആ അച്ഛനില്ലേ ഒരു കോപ്പി വാങ്ങിട്ട് അത് കുടിക്കാത്തന്നെ കളഞ്ഞു. ട്രെയിനിൽ നിന്ന് ഒരു കോഫി വാങ്ങി, അത് കൊള്ളൂല. ഒരു എന്തോ ഒരു ജാതി ടേസ്റ്റ്. വെറും ചൂടുവെള്ളത്തില് പഞ്ചസാര മുറുക്കി തരില്ല, അതേമാതിരി ടേസ്റ്റ്. അത് ഞാൻ കളഞ്ഞു. അപ്പോ ഞങ്ങളിപ്പോ കന്യാകുമാരി പോവാണ്. കന്യാകുമാരിയിൽ ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റോ നല്ല ഹോട്ടലോ നല്ല ഫുഡ് സ്പോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. എന്നാൽ ഞങ്ങൾക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് അല്ലേ അതൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി കന്യാകുമാരി വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ. ആ